അൽഹംദുലില്ലാ. അങ്ങനെ 67 ആളുകൾ ജബലന്നൂർ മലമുകളിൽ എത്തിയിരിക്കുകയാണ്. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ പ്രഭാത സമയത്ത് വരെ ഹിറാ പർവ്വത മുകളിൽ എത്തി നിൽക്കുന്നത്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലം, അവിടുത്തെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ജനങ്ങൾ, കണ്ടിട്ടില്ലാത്തവരെ, അവരെ കണ്ട സ്ഥലം കാണാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴായി വന്നിരിക്കുകയും വിശുദ്ധ കലാമായ ഖുർആൻ ആദ്യ വചനങ്ങൾ ലഭിക്കുകയും ചെയ്ത് പുണ്യമായ സ്ഥലം സന്ദർശിക്കുന്നവർക്ക് വിരുന്നൊരുക്കിക്കൊണ്ട് നിരവധി കച്ചവടക്കാരിവിടെ ഇങ്ങനെ ഫാൻസി സാധനങ്ങളും മറ്റുമായി നിൽക്കുകയാണ്. മാഷാ അല്ലാഹ്. ജബലന്നൂർ ഒരുപാട് മഹത്വങ്ങളുള്ള ഈ മലമുകളിലേക്ക് ഇജാബത്തുള്ള സ്ഥലവും തേടിക്കൊണ്ടുള്ള യാത്രയിൽ എത്തിപ്പെടുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. കാൽനടയിലൂടെ അല്ലാതെ മറ്റൊരു സംവിധാനങ്ങളില്ല. എല്ലാം നിയന്ത്രിക്കുന്ന മാനേജർ സുൽഫിക്കർ സഖാഫി, മാഷാ അല്ലാഹ്. ചെറിയ കുഞ്ഞു തൊട്ട് പ്രായമായ ആളുകളുള്ള 85 വയസ്സുള്ള ആളുകൾ വരെയുള്ള സംഘവുമായിട്ടാണ് മഹ്ദിൻ സംഘം ഈ യാത്രയിൽ വന്നിട്ടുള്ളത്. 90 ആളുകളുള്ള സംഘത്തിൽ ഏകദേശം 67 ആളുകളും അൽഹംദുലില്ലാ മല കയറിയിരിക്കുകയാണ്. ചരിത്രകാരനായ ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിൻ്റെ റിഹലയിൽ സഞ്ചാരക്കുറിപ്പിൽ പറയുന്നുണ്ട്, മക്കയിലും മദീനയിലും എത്തിയിട്ട് ജബലന്നൂർ, ജബൽ സൗർ എന്ന മലകൾ കയറാത്തവർ ഭാഗ്യമില്ലാത്തവരാണ്, ഭാഗ്യദോഷികൾ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗ്യദോഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ പ്രായാധിക്യം കൊണ്ടും മറ്റു പ്രയാസങ്ങളെ കൊണ്ടും വരാൻ സാധിക്കാത്ത ആളുകളാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് എത്തിപ്പെട്ട ഞങ്ങൾ ഇഖ്റഇന്റെ വചനങ്ങൾ ഉരുവിട്ട് അതിൻ്റെ സന്ദേശങ്ങൾ വിളംബരപ്പെടുത്തി അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങളുമായി അല്പസമയം ഇവിടെ ചെലവഴിച്ച് ഇൻഷാ അല്ലാഹ് മല ഇറങ്ങുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അഥവാ നവംബർ 26-നും 27-നുമായി പുറപ്പെട്ട സംഘം 5 ഉംറകൾ അൽഹംദുലില്ലാ നിർവഹിക്കാൻ സാധിച്ചു. ത്വായിഫ്, ഹുദൈബിയ, ജഅറാന അടക്കമുള്ള സിയാറത്ത് കേന്ദ്രങ്ങൾ സന്ദർശിച്ച് അവിടങ്ങളിൽ നിന്ന്